ഇനി നമുക്കിതിൽ എലിവേഷൻ വരച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ എലിവേഷൻ വരയ്ക്കാം. അപ്പോൾ എക്സൽ എൻ്റർ, എച്ച് എൻ്റർ എടുക്കുക. എക്സൽ എൻ്റർ, എച്ച് എൻ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുക. ഓ എൻ്റർ 45 ഓഫ്സെറ്റ് ചെയ്യുക. 45 എന്ന് പറയുന്നതാണ് ബേസ്മെൻറ്റ് വരുന്നത്. നീ തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൊടുക്കുക 300. നീ തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ലാബിൻ്റെ തിക്നെസ് കൊടുക്കുക. 12 കൊടുത്തു. ഇനി ഇവിടെ വരെ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറാണ് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇവിടെ വരെ കൊടുക്കുക. ഈ നെക്സ്റ്റ് ചെയ്യാനുള്ളത് എക്സൽ എൻ്റർ, വി എൻ്റർ കൊടുത്തിട്ട് വെർട്ടിക്കൽ ലൈൻ എടുക്കുക. ഇനി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് രണ്ട് സൈഡിലുള്ള പ്ലിന്തിൻ്റെ കോർണറും ഇവിടെ വോളിൻ്റെ കോർണറും, അതേപോലെ തന്നെ ഇവിടെയും പ്ലിന്തിൻ്റെ കോർണറും വോളിൻ്റെ കോർണറും, ഇത് രണ്ടും ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്തിടുക. അതിനുശേഷം ട്രിം എടുക്കുക. TR 2 ടൈംസ് എൻ്റർ കൊടുക്കുക. ഇതെല്ലാം ട്രിം ചെയ്ത് കളയാം. ഈ സ്ലാബിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതെല്ലാം ട്രിം ചെയ്ത് കളയാം. പിന്നെ ഇവിടെ ഈ പ്ലിന്ത് വരുമ്പോൾ ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുക പ്ലിന്ത്. അപ്പോൾ ഇത് ട്രിം ചെയ്യുക, ഇതും ട്രിം ചെയ്യുക. അതേപോലെ ഇവിടെയും ഇത് ട്രിം ചെയ്യുക, ഇതും ട്രിം ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നെക്സ്റ്റ് ഇവിടെ ഒരു കോളം കാണുന്നുണ്ട്. അപ്പോൾ എക്സൽ എൻ്റർ, വി എൻ്റർ, ഈ കോളത്തിൻ്റെ ഈ രണ്ട് സൈഡും പ്രൊജക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അപ്പോൾ തന്നെ കോളത്തിൻ്റെ ഹൈറ്റും കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഇതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയാം. സ്ലാബിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്നതും ട്രിം ചെയ്യുക, അതുപോലെ ബേസ്മെൻറ്റ് ഉള്ളിലേക്ക് നിൽക്കുന്നതും ട്രിം ചെയ്യാം. ഇനി ഈ കോളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 210 ആണ്. അപ്പോൾ ഓ എൻ്റർ 210 ഇത് ഓഫ്സെറ്റ് ചെയ്തിടുക. എന്നിട്ട് ഇത് ട്രിം ചെയ്ത് കൊടുക്കുക. ഇവിടെ വരെയാണ് ഈ കോളം വരുന്നത്. ഇപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ഇത് ശരിയാക്കാം. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇപ്പോൾ എക്സൽ എൻ്റർ, വി എൻ്റർ കൊടുക്കുക. ഇത് പ്രൊജക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പും കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ലൈൻ കണ്ടില്ലേ, ഒന്ന് ഈ സ്റ്റെപ്പ് ഈ പ്രൊജക്ഷൻ ഇതിൽ വരും. സ്റ്റെപ്പും കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കോർണർ കണ്ടില്ലേ, ഈ കോർണറും നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണും മുകളിൽ. ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ്, ഇത്രയും ഭാഗം ബാക്കിലേക്കല്ലേ, ഈ സൈഡ് ഈ കോർണർ ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് 300 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ, അതായത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരെ നമ്മൾ കാണും. അപ്പോൾ എക്സൽ എൻ്റർ, വി എൻ്റർ എടുക്കുക. ട്രിം എടുക്കുക. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇത്രയും ഹൈറ്റ് വരെ നമ്മൾ കാണും. ഈ ഇത്രയും ഭാഗം, ഇത്രയും വരുന്ന ഈ ഭാഗമെല്ലാം ബാക്കിലേക്കാണ് നിൽക്കുന്നത്. ബാക്കി ഈ പോർഷൻ ഫുള്ളും ഫ്രണ്ടിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണും. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഓ എൻ്റർ, നമ്മൾ റൈസർ എടുത്തത് റൈസർ 18 ആണ്. ഈ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പ് നമുക്ക് 15 എടുക്കാം. ഉള്ളിലത്തെ സ്റ്റെയർ വരുന്നില്ലേ, അതിൻ്റെ റൈസറാണ് 18. ഇത് നമുക്ക് ഫ്രണ്ടിലത്തെ 15 എടുത്താൽ മതി. ഇത് ട്രിം ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വരച്ചു. ഈ നെക്സ്റ്റ് നമ്മൾ ഇവിടെ കാണുന്നത് ഇത് കണ്ടോ, ഇവിടെ ഈ വിൻഡോ കാണും. അപ്പോൾ വിൻഡോ കാണുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡൽ ലെവൽ വരെയാണ് ഉള്ളത്.
ഇതാണ് 210 ലിൻഡൽ ലെവൽ. ഇനി ഫില്ലറ്റ് എടുത്തിട്ട് ഈ 2 കോണറും ഫില്ലറ്റ് ചെയ്ത് കൊടുത്തു. ഈ 2 കോണറും ഫില്ലറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടുന്ന് ഓഫ്സെറ്റ് ചെയ്യുക 150 താഴത്തേക്ക്, അതായത് വിൻഡോൻ്റെ ഹൈറ്റാണ്. ഇനി എഫ് എൻ്റർ എം എൻ്റർ എന്നിട്ട് ഇത് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. എഫ് എൻ്റർ എം എൻ്റർ, എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫില്ലറ്റ്, അതായത് ഒന്നിൽ കൂടുതൽ കോർണേഴ്സ് നമുക്ക് ഫില്ലറ്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ എഫ് എൻ്റർ എം എൻ്റർ എടുക്കുക. ഇനി ഇവിടെ ഇപ്പോൾ വിൻഡോ വരും. ഇനി നെക്സ്റ്റ് എക്സൽ എൻ്റർ വി എൻ്റർ, ഇവിടെയാണ് സൺഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ലിൻഡൽ ലെവൽ ഇവിടെ ഇരുന്നു. അപ്പോൾ ഇതൊന്ന് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ 10 തിക്നെസ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രിം എടുക്കുക. ഇതെല്ലാം ട്രിം ചെയ്യുക. ഇതിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യുക. നമ്മൾ ബോക്സ് ടൈപ്പ് സൺഷെയ്ഡാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 60 താഴത്തേക്ക് കൊടുത്തിട്ട് ഇതിവിടെ ട്രിം ചെയ്യുക. ബോക്സ് ടൈപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇനി ബോക്സ് ടൈപ്പ് അല്ല കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോക്സ് ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിവിടെ വെച്ചിട്ട് തന്നെ നിർത്തുക. ഇതിങ്ങനെ ഇവിടെ ട്രിം ചെയ്തിട്ട് നിർത്തുക. അല്ല ബോക്സ് ടൈപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 60 കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ ബോക്സ് ടൈപ്പ് കൊടുക്കാം. TR 2 ടൈംസ് സെൻറ്റർ കൊടുക്കുക. ഇങ്ങനെ വരും. ഇനി നെക്സ്റ്റ് എക്സൽ എൻ്റർ വി എൻ്റർ, ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇതിൻ്റെ സൺഷെയ്ഡ് നിങ്ങളുടെ നീങ്ങിപ്പോയതാണ്. ഇത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതെല്ലാം സെയിം തന്നെയാണ്. W3 വിൻഡോവും സൺഷെയ്ഡും ഇവിടുത്തെ പോലെ തന്നെ സെയിം തന്നെ വരുന്നത്. അപ്പോൾ ഇതന്നെ ഓർത്ത് ഓണാക്കിയിട്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിവിടെ ഈ 2 സൈഡിലുള്ളത് പ്രൊജക്റ്റ് ചെയ്യാം. ഈ സൈഡിൽ സൺഷെയ്ഡാണ് വരുന്നത്, ഈ സൈഡിൽ ഇവിടെ ഈ ഗ്രില്ലിട്ട പോർഷനാണ് വരുന്നത്. അപ്പോൾ എക്സൽ എൻ്റർ വി എൻ്റർ ഇത് നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൺഷെയ്ഡിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ കാണും. അപ്പോൾ അത് 10 സെൻറ്റിമീറ്റർ തിക്നെസ് ആയിട്ടാണ് നമ്മൾ കാണുക. അവിടെ ബോക്സ് കാണില്ല, 10 സെൻറ്റിമീറ്ററിൻ്റെ തിക്നെസ് ആയിട്ടാണ് കാണുക. അതായത് ഇതാണ് 210 ലെവൽ. 210 എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ സൺഷെയ്ഡ് എവിടെ വരെ ഉണ്ട് എന്നുള്ളത് നോക്കുക. എക്സൽ എൻ്റർ വി എൻ്റർ, ഇവിടം വരെയാണ് സൺഷെയ്ഡ് ഉള്ളത്. അപ്പോൾ അവിടം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് O എൻ്റർ 10 മുകളിലേക്ക് കൊടുക്കുക. എന്നിട്ട് ട്രിം എടുക്കുക. ഇതെല്ലാം ട്രിം ചെയ്യുക. അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു താഴത്തേക്ക്. ഇങ്ങനെയാണ് വരിക. പിന്നെ ഇത് നമ്മളൊരു ബോക്സായിട്ട് അവിടെ കാണും. ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൺഷെയ്ഡിൻ്റെ സൈഡാണ്, സൈഡ് ഭാഗമാണ് വരുന്നത്. അപ്പോൾ ആ ബോക്സ് നമ്മളിവിടെ കാണും, താഴത്തേക്ക് നിൽക്കുന്നത് കാണും. ഈ ബോക്സ് ടൈപ്പ് അല്ല, നമ്മൾ ജസ്റ്റ് 10 സെൻറ്റിമീറ്റർ തിക്നെസ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് വരിക. ഇനി
നെക്സ്റ്റ് എക്സ് സിലിണ്ടർ വി എൻ്റർ കൊടുത്തിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ആ ഗ്രില്ലിട്ട ഒരു പോർഷനാണ് വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിൻഡൽ ലെവൽ വരെയാണ് വരുന്നത്. ലിൻഡൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇവിടെ വരെയാണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് എൻ്റർ 10 തിക്നെസ്സിൽ സ്ലാബ് ഇട്ട് കൊടുക്കുക. ആ സ്ലാബിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് 60 ആണ് വരിക. ഇനി ഫില്ലറ്റ് ചെയ്യുക. എഫ് എൻ്റർ, എം എൻ്റർ. ബാക്കി ഇവിടെയുള്ളതൊക്കെ ട്രിം ചെയ്ത് കളയാം. ഇനി ഇവിടെ ഒരു 60 ഹൈറ്റ് വരെ അല്ലെങ്കിൽ 90 ഹൈറ്റ് വരെ നമ്മൾ വോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രിം ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഹാച്ച് ചെയ്യുക വോള്. അപ്പോൾ ഹാച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബ്രിക്കിൻ്റെ ഹാച്ച് ഉണ്ടാവും. സ്കെയിൽ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇവിടെ ഹാച്ച് ചെയ്തു. ഇത് നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർന്ന് കണ്ടില്ലേ? ഈ ബാക്ക്ഗ്രൗണ്ട് കളർന്നുണ്ട് ഞാൻ വൈറ്റ് ഇട്ട കാരണമാണ് ഇവിടെ വൈറ്റ് കാണുന്നത്. ഇനി അതിൻ്റെ നണ്ണിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കളറൊന്നും വരില്ല, സാധാരണ ഹാച്ചായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ വൈറ്റിലേക്ക് ഇട്ടാൽ അത് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഇവിടെ ഹാച്ച് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 2 സ്റ്റെപ്പ് കണ്ടില്ലേ? ഈ സ്റ്റെപ്പ് ശരിക്കും ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ വോളുള്ള കാരണം നമ്മൾ ആ സ്റ്റെപ്പ് നമ്മൾ കാണില്ല, അവിടേക്ക് കാണില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഒരു വെൻറ്റിലേറ്റർ കണ്ടില്ലേ? ഈ വെൻറ്റിലേറ്റർക്ക് ഒരു സൺഷെയ്ഡ് ഉണ്ടായിരിക്കും. അതിവിടെ വരച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. അവിടെ ഒരു സൺഷെയ്ഡ് ഉണ്ടാവും. 60 ഓഫ്സെറ്റിലൊരു സൺഷെയ്ഡ് ഉണ്ടാവും. അതുപോലെ ഇവിടുന്ന് സൈഡിൽ നോക്കുമ്പോൾ ഈ വിൻഡോനും അതെ സൺഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ ഈ സൺഷെയ്ഡ് ഇവിടെ ഉണ്ട്, അത് വരച്ചപ്പോൾ പോയതാണെന്ന് തോന്നുന്നു. അതുപോലെ സൺഷെയ്ഡ് ഉണ്ടായിരിക്കും. നമ്മൾ ഇവിടുന്ന് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത് കാണും, പിന്നെ ഈ ഒരു ലൈൻ കാണും അല്ലേ, പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ. പിന്നെ ഇതൊന്നും നമ്മൾ കാണില്ല. ഇവിടെ ഈ വോള് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ വോളാണ് വരുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊന്നും നമ്മൾ കാണില്ല. ഇനി ഹൈറ്റിലുള്ളത് മാത്രമാണെങ്കിൽ കാണും. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെൻറ്റിലേറ്ററാണ്. വെൻറ്റിലേറ്റർ മുകളിലത്തെ സീലിങ്ങിൽ നിന്ന് കുറച്ച് താഴേക്കുള്ളൂ. അപ്പോൾ വെൻറ്റിലേറ്റർ കാണും. നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ എക്സ് സിലിണ്ടർ വി എൻ്ററിൽ ഇത് കണ്ടോ, ഈ സൺഷെയ്ഡ് അവിടെ കാണും, ഒരു ബോക്സ് ആയിട്ട് കാണും. ഇതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇവിടെ. അപ്പോൾ ലിൻഡൽ ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്, ലിൻഡൽ ലെവൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു 60 താഴത്തേക്ക് കൊടുക്കുക. ഈ ട്രിം എടുക്കുക. മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഒരേ കളറാക്കുക. അപ്പോൾ ഇത് നമ്മൾ കണ്ടു, അത് നമ്മളവിടെ ബോക്സായിട്ട് കൊടുത്തു. നെക്സ്റ്റ് ഇതാണ്, അത് നമ്മളവിടെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ വരച്ചിട്ടുണ്ട്.
ഈ സംഭവം ഇവിടെ വോൾ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളതെല്ലാം ഗ്രൗണ്ടിൽ അതൊന്നും നമ്മൾ കാണില്ല. നെക്സ്റ്റ് ഇനി ഈ വെൻറ്റിലേറ്റർ കണ്ടില്ലേ, വെൻറ്റിലേറ്റർ നല്ല ഹൈറ്റിലാണ് നമ്മൾ കൊടുക്കുക. അതായത് ഈ സീലിംഗ് കണ്ടില്ലേ, മുകളിലത്തെ സീലിങ്ങിൽ നിന്ന് 30 താഴെയാണ് കൊടുക്കുന്നത്, 30 താഴെ. അപ്പോൾ അത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 60. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, ട്രിം എടുക്കുക. പിന്നെ ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് ബോക്സ് അല്ലാതെ നോർമൽ ടൈപ്പ് കൊടുക്കാം 10 ഓഫ്സെറ്റ് ചെയ്തിട്ട്. അതുപോലെ ഇത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വരെ ഉണ്ടാവും. പറയാം എഫ് എൻ്റർ, എം എൻ്റർ, ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ 2 സൈഡും 60ൽ ഓഫ്സെറ്റ് ചെയ്യുക. 60 ഈ എൻഡും 60ൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ എഫ് എൻ്റർ, എം എൻ്റർ, എന്നിട്ട് ഇത് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഡോറും കൂടി നമുക്കിവിടെ വരയ്ക്കാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വിൻഡോ കൊടുക്കണം. ഈ മെയിൻ ഡോറൊക്കെ ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡോറൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കിവിടെ വിൻഡോ വരച്ച് കൊടുക്കണം. അപ്പോൾ വിൻഡോ വരയ്ക്കാനായിട്ട് REC എൻ്റർ, റെക്റ്റാങ്കിൾ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരച്ച് കൊടുക്കുക. പിന്നെ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് M എൻ്റർ കൊടുത്തിട്ട് മൂവ് ചെയ്യുക. ഇനി തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുക, O എൻ്റർ, 5 എൻ്റർ, അകത്തേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക, അകത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് X എൻ്റർ കൊടുത്തിട്ട് എക്സ്പ്ലോഡ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ DIV എൻ്റർ, ഈ ലൈൻ സെലക്ട് ചെയ്യുക. നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 3 പാർട്ടീഷനുള്ള വിൻഡോ ആണ്, അപ്പോൾ 3 എന്ന് കൊടുക്കുക, എൻ്റർ. ഇനി പോയിൻ്റ് കാണുന്നില്ലെങ്കിൽ DDP ടൈപ്പ് എന്നുണ്ടാവും, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പോയിൻ്റ് എടുക്കുക, ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് നമ്മളൊരു ലൈൻ എടുക്കുക. ലൈൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടെ താഴത്തേക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെയും താഴത്തേക്ക് വരയ്ക്കുക. ഇനി ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യുക. O എൻ്റർ, 2.5, 2.5ൽ ലെഫ്റ്റ് സൈഡിലേക്കും ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്കും, അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്കും. അതിന് ശേഷം ഈ മിഡിലത്തെ ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ ഈ പോയിൻ്റ് നോക്കിയപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഇനി ട്രിം എടുക്കുക. TR 2 ടൈംസ് എൻ്റർ കൊടുത്തിട്ട് ഇതെല്ലാം ട്രിം ചെയ്യുക. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ അറ്റത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അത് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യുക 10ൽ, O എൻ്റർ, 10 എൻ്റർ, അകത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓഫ്സെറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുക, X എൻ്റർ കൊടുക്കുക. പിന്നെ DIV എൻ്റർ, ഈ ലൈൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ചോദിക്കും. ഇപ്പോൾ തൽക്കാലം 2 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരും. ഇപ്പോൾ ഒരു ലൈൻ എടുത്തിട്ട് ഇവിടെ വരയ്ക്കുക, എന്നിട്ട് ആ ലൈൻ ഓഫ്സെറ്റ് ചെയ്യുക. O എൻ്റർ, 2.5, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴത്തേക്കും. ഇനി തന്നെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഈ പോയിൻറ്റും ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ട്രിം ചെയ്യുക. പിന്നെ ഇങ്ങനെ വരും. ഇനി L എൻ്റർ എടുത്തിട്ട് ഓർത്തോ ഓഫാക്കിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഗ്ലേസിങ് കൊടുക്കുക. ഇത് കോപ്പി എടുക്കുക, ഇവിടെയും കൊടുക്കുക. ഇനി ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി എടുക്കുക. ഈ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കോർണർ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലത്തെ എല്ലാ കോർണറിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് B എൻ്റർ കൊടുത്തിട്ട് ബ്ലോക്ക് ആക്കുക. ഇപ്പോൾ വിൻഡോ
എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, വിൻഡോ എലിവേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, എന്നിട്ട് ഇവിടേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ എലിവേഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ എലിവേഷൻ വരുന്നത്. ഈ നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെയാണ് എലിവേഷൻ വരയ്ക്കാനുള്ളത്. അപ്പോൾ അതും കൂടി നമുക്കിപ്പോൾ ഇവിടെ വരയ്ക്കാം. അപ്പോൾ എക്സൽ എൻ്റർ എച്ച് എൻ്റർ എടുക്കുക. ഇതിൻ്റെ സെയിം ലെവലിൽ തന്നെ വേണമെങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എക്സൽ എൻ്റർ എച്ച് എൻ്റർ കൊടുത്തു. ഇനി നെക്സ്റ്റ് എക്സൽ എൻ്റർ വി എൻ്റർ. ഇനി നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്ന എല്ലാ കോർണേഴ്സും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കോർണർ കാണുന്നുണ്ട്, അത് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. പിന്നെ നെക്സ്റ്റ് കാണുന്നത് ഈ ഒരു കോർണറാണ്, അത് പ്രൊജക്റ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു കോർണർ കാണുന്നുണ്ട്, അതും പ്രൊജക്റ്റ് ചെയ്യുക. ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്തു. ഇനി എത്ര ഹൈറ്റിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൽക്കാലം നമുക്ക് ഇപ്പോൾ പ്ലാനിൽ ഞാൻ 255 ആണ് എടുത്തത്, അത് നമുക്ക് 275 ആക്കാം. 275 ഹൈറ്റിൽ കൊടുത്തു. പിന്നെ അത് ഇതിൻ്റെ മുകളിലുള്ളതെല്ലാം ട്രിം ചെയ്യാം. ഇനി ഇവിടെ സ്ലാബ് കൊടുക്കണം. അപ്പോൾ O എൻ്റർ 10. അതുപോലെ ഇതന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് പാരപ്പറ്റിൻ്റെ ഹൈറ്റ് കൊടുക്കുക 90. ഇതിവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് O എൻ്റർ 60. അതുപോലെ ഈ എൻഡിലും 60. ഇത് ഇപ്പോൾ പാരപ്പറ്റ് വരയ്ക്കാനാണ്, ഇത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് മുകളിലത്തെ ഇതാക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ സ്ലാബും അതുപോലെ ഈ പാരപ്പറ്റിൻ്റെ ഹൈറ്റും ഇവിടെ കൊടുത്തിടുക. അപ്പോൾ നമ്മുടെ എല്ലാ കോർണേഴ്സും നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സൽ എൻ്റർ വി എൻ്റർ. ഇവിടെ ഇതുണ്ടോ സൺഷെയ്ഡിൻ്റെ ഇത് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൂന്നിലും നമ്മളിത് വരച്ചു കൊടുക്കുക. അപ്പോൾ ലിൻഡിൽ ഹൈറ്റ് കൊടുക്കുക 210 ലിൻഡിൽ ഹൈറ്റ് കൊടുത്തു. ഇതാണ് ലിൻഡിൽ ഹൈറ്റ് വരുന്നത് 210, ഈ ഗ്രീന്. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, ഈ 60ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ട്രിം എടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും പ്രൊജക്റ്റ് ചെയ്യാം. സൺഷെയ്ഡ് ഒന്നുകൂടി നമുക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടുമാണ് സൺഷെയ്ഡിൻ്റെ ലൈൻ വരുന്നത്. അപ്പോൾ ഇതാണ് ലിൻഡൽ ലെവൽ വരുന്നത്, ഇതാണ് ലിൻഡൽ ലെവൽ. അപ്പോൾ ഈ കോർണറിൽ നിന്ന് ഫസ്റ്റ് ആദ്യത്തെ സൺഷെയ്ഡ് കൊടുക്കണം, ഈ ഒരു കോർണറിൽ നിന്ന് സൺഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ അതാദ്യം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ടിത് സെലക്ട് ചെയ്തിട്ട് 60 താഴത്തേക്ക് കൊടുക്കുക. ഇനി ട്രിം ചെയ്യുക. ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്നുള്ള സൺഷെയ്ഡ്, ഈ ഒരു വോള് കണ്ടില്ലേ, വോളിൽ നിന്നും ഈ ഒരു സൺഷെയ്ഡ് നമ്മൾ കൊടുത്തു. നമുക്ക് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇത് സെയിം കളറാക്കാം. ഇനി നെക്സ്റ്റ് വോള് വരുന്നത് ഇതാണ്, ഇത് സൺഷെയ്ഡിൻ്റെ പ്രൊജക്ഷനാണ് ഈ വരുന്നത്. അപ്പോൾ അടുത്ത വോൾ വരുന്നത് ഇതാണ്. ഈ വോളിൽ നിന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ TR 2 ടൈംസ് എൻ്റർ എടുത്തിട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇപ്പോൾ 2 സൺഷെയ്ഡും പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു. അതുപോലെ ഇവിടെയും വരണം. ഇപ്പോൾ ഒരു ലൈൻ എടുത്തിട്ട് ഇത് ട്രാക്ക് ചെയ്ത് വരച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക, ട്രിം എടുത്താൽ മതി.
നമ്മളെല്ലാ സൺഷെയ്ഡും പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു. ഇനി എക്സൽ എൻ്റർ, വി എൻ്റർ. ഇതൊക്കെ W3 വിൻഡോസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സെയിം വിൻഡോ തന്നെ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. CO എൻ്റർ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതെവിടെയാണ് 210 വരിക. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വയ്ക്കുക. അതുപോലെ ട്രാക്ക് ചെയ്തിട്ട് ഇവിടേക്കും വയ്ക്കുക. ഇപ്പോൾ 2 വിൻഡോസ് നമ്മൾ വെച്ചു. ഈ 2 സൺഷെയ്ഡ് നമ്മളിവിടെ കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ഈ ബാൽക്കണി കൊടുക്കണം. അപ്പോൾ ബാൽക്കണി കൊടുക്കാനായിട്ട് എക്സൽ എൻ്റർ, വി എൻ്റർ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വരെ റെയിലും പിന്നെ ഇവിടെ ഈ കോളാണ് കാണുന്നത്. അപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്യുക. ഇതിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ട്രിം എടുക്കുക. ഇവിടെ ട്രിം ചെയ്യുക. ഇനി റെയിലാണ് അവിടെ വരുന്നത്. 90 ഹൈറ്റ് വരെ റെയിലുണ്ടാവും. ഈ റെയിലിൻ്റെ തിക്നെസ് 5 ആണ്. 5 മുകളിലേക്ക് കൊടുക്കുക. പിന്നെ ഒരു ലൈൻ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് വരയ്ക്കുക. അതിന് ശേഷം ഇതിന്ന് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യുക. O എൻ്റർ 5 ഇങ്ങോട്ട്. ഇനി ഇവിടുന്ന് 10, ഇവിടുന്ന് ഇങ്ങോട്ട് 5. അങ്ങനെ റെയിൽ വരും. പിന്നെ ഈ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ഒരു ഹൈറ്റ് വരെയാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് O എൻ്റർ 60. അതുപോലെ ഈ അറ്റത്തുനിന്ന് 60. എന്നിട്ട് F എൻ്റർ, M എൻ്റർ. അതുപോലെ ഇവിടെയും ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫില്ലറ്റ് ആയിട്ടുണ്ടാവും. ഇനി അതുപോലെ ഈ ഒരു കോണറിൽ നമ്മൾ ഇത് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടും ഫില്ലറ്റ് ചെയ്യാം. ഈ നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മുടെ എല്ലാ ഇതിൽ ആയിട്ടുണ്ട്. എല്ലാ സൈഡും എലിവേഷൻ്റെ വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇത് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് ബ്ലോക്ക് ആക്കുക. B എൻ്റർ കൊടുത്തിട്ട് ഒന്ന് ബ്ലോക്ക് ആക്കുക. അതിന് ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് നമുക്കൊന്ന് തൽക്കാലം മൂവ് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാം. അതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് 10ൽ വയ്ക്കാം. ഇനി ഫില്ലറ്റ് എടുക്കുക. ഇതൊന്ന് ഫില്ലറ്റ് ചെയ്യുക. പിന്നെ ഇത് എക്സ് സെൻറ്റർ കൊടുത്തിട്ട് എക്സ്പ്ലോഡ് ചെയ്യാം. ഇനി ഇതൊന്നും ഫില്ലറ്റ് ചെയ്യാം. ഇത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇവിടെ ഇത്രയും ഭാഗം ഈ റെയിൽ കണ്ടില്ലേ, ഈ റെയിലിൻ്റെ ഈ ഭാഗം മുഴുവൻ വോൾ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ
ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും എലിവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഡയമെൻഷനിങ് ചെയ്യണം. അപ്പോൾ DLI എൻ്റർ കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് കൊടുത്തു. പിന്നെ വരുന്നത് ഈ പ്ലിന്തിൻ്റെ ഡയമെൻഷൻ അവിടെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കാനുള്ളത് ഇവിടെ നിന്നുള്ള ഈ ഫസ്റ്റ് ഫ്ലോർ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. അപ്പോൾ അത് 300 കൊടുത്തു. പിന്നെ DCO എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ അടുത്തത് സ്ലാബിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 12 ആണ്. പിന്നെ അടുത്ത ഫ്ലോറിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലോറിൻ്റെ ഹൈറ്റ് കാണിക്കും. പിന്നെ ഈ സ്ലാബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ പാരപ്പറ്റും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒറ്റ ഡയമെൻഷനിൽ വരും. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് വേറെ കളറിലേക്ക് ഇടണമെങ്കിൽ ഇടാം. അതോടെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇടാം. അല്ലെങ്കിൽ എൻ്ററിൽ പോയി കഴിഞ്ഞാൽ മോഡിഫൈയിൽ പോയി കഴിഞ്ഞാൽ ലൈൻസ് ഉണ്ടാവും. അതിൽ ഈ കളർ എന്നുള്ളത് മാറ്റി കൊടുത്താൽ മതി. ഡയമെൻഷൻ ലൈനിൻ്റെ കളറാണിത്. അതുപോലെ ഇത് എക്സ്റ്റൻഷൻ ലൈനിൻ്റെയും കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ നമുക്ക് ഡയമെൻഷൻ ലൈൻ നമ്മൾ ഈ കളറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റിൻ്റെയും കളർ വേണമെങ്കിൽ നമുക്ക് ഗ്രീനിലേക്ക് ഇടാം. ഓക്കെ കൊടുത്തു, സെറ്റ് കറണ്ട് കൊടുത്തു, ക്ലോസ് കൊടുത്തു. അപ്പോൾ ഇത് തന്നെ മാറിക്കോളും. ഇനി ഇത്രയും നമ്മളിവിടെ കൊടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത് കാണിക്കാനുള്ള ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ലിൻഡൽ ഹൈറ്റാണ്. DLI എൻ്റർ. ഇതാണ് ലിൻഡൽ ഹൈറ്റ് വരുന്നത്. ഈ ലിൻഡൽ ഹൈറ്റാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇത് എത്ര പ്രൊജക്ഷൻ ഉണ്ടെന്ന് ഇവിടെ കാണിക്കുക. പിന്നെ ഈ വെൻറ്റിലേറ്റർ എത്ര ഹൈറ്റിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണിക്കുക. പിന്നെ ഈ പ്രൊജക്ഷൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. ഇതൊക്കെ നമുക്ക് അറിയാം 10 ആണ് വരിക എന്നുള്ളത്. അതിലും അതിൽ കാണിക്കണമെങ്കിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ വെൻറ്റിലേറ്ററിൻ്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ കാണിച്ചു. പിന്നെ ഇവിടെ ലിൻഡൽ ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹൈറ്റ് എത്ര വരണേ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. 60 ആണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. പിന്നെ വിൻഡോവിൻ്റെ ഹൈറ്റ് ഇവിടെ കൊടുക്കുക 150. പിന്നെ വരുന്നത് ഇവിടെയും ഈ റെയിലിൻ്റെ ഹൈറ്റ് വരുന്നത് കാണിക്കാം. റെയിലിൻ്റെ ഹൈറ്റ് 90 ആണെന്നും അതുപോലെ ഇതിൻ്റെ റെയിൽ വരുന്നത് 5 ആണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇതിൽ ഡയമെൻഷനിങ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്ഷനാണ്. അപ്പോൾ അത് നമുക്ക്